ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി വാക്കൻസീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താറുണ്ട്. പലതരത്തിലുള്ള ജോബിൻ്റെ വാക്കൻസീസ് ആണ് കേട്ടോ പരിചയപ്പെടുത്താറുള്ളത്. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നത്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂരം ദേവസ്വത്തിൽ വന്നിരിക്കുന്ന 38 പോസ്റ്റിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ആകെ മൊത്തത്തിൽ ഒഴിവ് വന്നിരിക്കുന്നത് 424 ഒഴിവുകൾ വന്നിട്ടുണ്ട്. പല പല കാറ്റഗറിയിലായിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള പോസ്റ്റുകളും അവൈലബിൾ ആണ്, ടീച്ചേഴ്സ് ഉൾപ്പെടെ. അങ്ങനെ എല്ലാ തരത്തിലുള്ള 38 പോസ്റ്റുകളിലേക്കാണ് ഇവർ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് പോകാം. എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് വീഡിയോൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിരിക്കുന്ന ഒഴിവുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് ആദ്യം തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അതായത് കേരള ദേവസ്വം എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നോട്ടിഫിക്കേഷൻസ് കാണാം. അതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ് ടു 38 പോസ്റ്റ് ഇൻ ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാനായിട്ട് സാധിക്കും. ലോഡ് മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നോട്ടിഫിക്കേഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയധികം പോസ്റ്റുകളാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. ഓരോന്നിൻ്റെ അകത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്, ഏജ് ലിമിറ്റും അങ്ങനെ എല്ലാ കാര്യവും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന ഏത് കാറ്റഗറി ആണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഇത്രയാണ്: ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹെൽപ്പർ, സാനിറ്റേഷൻ വർക്കർ, ഗാർഡനർ, കൗബോയ്, ലിഫ്റ്റ് ബോയ്, റൂം ബോയ്, പ്ലംബർ എന്നിങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അസിസ്റ്റൻറ്റ് ലൈൻമാൻ, LD ടൈപ്പിസ്റ്റ്, ലാമ്പ് ക്ലീനർ, പിന്നെ കൃഷ്ണനാട്ടം, അതുപോലെ തന്നെ താളം പ്ലെയർ, ടീച്ചേഴ്സ്, അങ്ങനെ ഒത്തിരി പോസ്റ്റുകളുണ്ട്. അപ്പോൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോസ്റ്റ് ഏതാണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഏതാണോ അതിലോട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ വെറുതെ ഒരു സാമ്പിൾ കാണിച്ചേക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഏത് പോസ്റ്റിലോട്ടാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു പോസ്റ്റുമേ വെറുതെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള PDF ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓരോ പോസ്റ്റിൻ്റെ അകത്തും അതിൻ്റെ പേര്, അതുപോലെ തന്നെ അതിൻ്റെ ശമ്പള സ്കെയില്, യോഗ്യത, എത്ര ഒഴിവുകളാണ്, അതുപോലെ തന്നെ നിയമന രീതി, നേരിട്ടുള്ള നിയമനമാണ്, അതല്ലാതെ എക്സാമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും മറ്റും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതല്ലാതെ എക്സാമും കാര്യങ്ങളൊന്നുമില്ല. ഇനി അപേക്ഷ അയക്കേണ്ട വിധം വ്യക്തമായിട്ട് ഇതുപോലെ ഓരോന്നിലും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇവരുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ PSC ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം അതിൽ കിട്ടിയിരിക്കുന്ന മെയിൽ ID-യും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പോസ്റ്റിലോട്ടും സാധാരണ നമ്മൾ PSC-യിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എല്ലാ പോസ്റ്റും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പോസ്റ്റ് വെറുതെ സെലക്ട് ചെയ്തിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. ഓരോ നോട്ടിഫിക്കേഷൻ്റെ അകത്തും അപേക്ഷിക്കേണ്ട രീതി വ്യക്തമായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി പോസ്റ്റുകളിലേക്കുള്ള ജോബ് വേക്കൻസിയാണ്. താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.